എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് കുറച്ച് കറണ്ട് അഫയേഴ്സാണ്. നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഷീറ്റ് ടാക്സി എന്നത് ഒരു പദ്ധതിയാണ് കേട്ടോ. ഷീറ്റ് ടാക്സി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണെന്ന് അറിയാമോ? ആരാണ്? മഞ്ജു വാര്യരാണ്. മഞ്ജു വാര്യരാണ് ഷീറ്റ് ടാക്സി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ മഞ്ജു വാര്യർ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ അക്ഷയ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? അക്ഷയ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? മമ്മൂട്ടിയാണ്. ആരാണ്? അക്ഷയ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? മമ്മൂട്ടിയാണ്. അതുപോലെ തന്നെ ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ് പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡറും ആര് തന്നെയാണ്? അതുപോലെ തന്നെയാണ്, മമ്മൂട്ടി തന്നെയാണ് കേട്ടോ. ഓർത്തുകൊള്ളുക, ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ് പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? മമ്മൂട്ടിയാണ്. അതുപോലെ തന്നെ സുകൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? അതുപോലെ തന്നെയാണ്, മമ്മൂട്ടിയാണ്. ആരാണ്? മമ്മൂട്ടിയാണ്. സുകൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ മമ്മൂട്ടി. അതുപോലെ ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ എന്നറിയപ്പെടുന്ന ആരെയാണ്? ഡോക്ടർ KJ യേശുദാസിനെയാണ്. ആരാണ്? ഡോക്ടർ KJ യേശുദാസാണ് ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ. അതുപോലെ ഡോക്ടർ KJ യേശുദാസാണ് ഗാനഗന്ധർവൻ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ KJ യേശുദാസാണ്. ഡോക്ടർ KJ യേശുദാസിനെ ആദ്യമായിട്ട് ഗാനഗന്ധർവൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്ന് അറിയാമോ? ആരാണ്? G. ശങ്കരക്കുറുപ്പാണ്. ആരാണ്? G. ശങ്കരക്കുറുപ്പാണ്. 1965 G. ശങ്കരക്കുറുപ്പ് ഡോക്ടർ KJ യേശുദാസിനെ ഗാനഗന്ധർവൻ എന്ന് ആദ്യമായിട്ട് വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ മൃതസഞ്ജീവനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? ആരാണ്? മോഹൻലാലാണ്. ആരാണ്? മോഹൻലാലാണ്. അതുപോലെ ശുഭയാത്ര പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? മോഹൻലാലാണ്. ശുഭയാത്ര പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ മോഹൻലാൽ. അതുപോലെ തന്നെ കുടുംബശ്രീയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? മഞ്ജു വാര്യരാണ്. ആരാണ്? മഞ്ജു വാര്യരാണ്. അതുല്യം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? ദിലീപ്. ആരാണ്? ദിലീപാണ്. അതുപോലെ തന്നെ മോഹൻലാൽ നടനവിസ്മയം എന്നറിയപ്പെടുന്ന ആരെയാണ്? മോഹൻലാലിനെയാണ്. നടനവിസ്മയം എന്നറിയപ്പെടുന്നത് മോഹൻലാലാണ്. അതുപോലെ തന്നെ മോഹൻലാലാണ് നടനവിസ്മയം എന്നറിയപ്പെടുന്ന ആരെയാണ്? മോഹൻലാലിനെയാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ബിഗ് ബോസ് ടെലിവിഷൻ ഷോയുടെ അവതാരകനാരാണ്? മോഹൻലാലാണ്. ബിഗ് ബോസ് ടെലിവിഷൻ ഷോയുടെ ആങ്കർ എന്ന് പറയുന്ന ആരാണ്? മോഹൻലാലാണ്. അതുപോലെ തന്നെ അമ്മ എന്ന താരസംഘടനയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണെന്നറിയാമോ? ആരാണ്? ശ്വേതാ മേനോനാണ്. ആരാണ്? ശ്വേതാ മേനോനാണ്. അമ്മ എന്ന താരസംഘടനയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വനിത ആരാണ്? ശ്വേതാ മേനോനാണ്. ആരാണ്? ശ്വേതാ മേനോനാണ്. അമ്മ എന്ന താരസംഘടനയുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ആരാണെന്നറിയാമോ? ആരാണ്? ലക്ഷ്മിപ്രിയ. ആരാണ്? ലക്ഷ്മിപ്രിയ. അമ്മ എന്ന താരസംഘടനയുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ആരാണെന്നറിയാമോ? ആരാണ്? കുക്കു പരമേശ്വരൻ. ആരാണ്? കുക്കു പരമേശ്വരൻ. അതുപോലെ തന്നെ അമ്മ എന്ന താരസംഘടന നിലവിൽ വന്ന വർഷം എന്നാണ്? 1994 അമ്മ എന്ന താരസംഘടന നിലവിൽ വന്നത്. അതുപോലെ തന്നെ പറയുകയാണ്, അമ്മ എന്ന താരസംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചിയാണ്. എവിടെയാണ്? കൊച്ചിയാണ്. അമ്മയുടെ ഫുൾ ഫോം എന്തെന്ന് അറിയാമോ? അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം കേട്ടോ. ഓർത്ത് വെച്ചോളൂ. അതുപോലെ തന്നെ ബിഗ് ബോസ് ടെലിവിഷൻ ഷോ എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ